സന്തോഷ്, ഇപ്പോൾ മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. 10 പേർ മരിച്ചതായാണ് വിവരം. പരിക്കേറ്റവരെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടുന്ന് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ അവിടെ നിന്ന് മാറ്റുന്ന എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മരിച്ചവരുടെയൊക്കെ വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അവന്തിക, മരിച്ചവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ലിസ്റ്റ് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നിട്ടുണ്ട്. അതുപ്രകാരം മരിച്ചവരുടെ സംഖ്യ 10 എന്നാണ് അറിയാൻ കഴിയുന്നത്. അജിത 54 വയസ്സ്, റംല 52 വയസ്സ്, സുബറ 43 വയസ്സ്, ആശ 41 വയസ്സ്, മജീദ് 43, സജിത 45 വയസ്സ്, ഷക്കീല 37 വയസ്സ്, റുക്കിയ 39 വയസ്സ്, ഹിഷാം 12 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ വാഹനത്തിന്റെ ഡ്രൈവർ മുഹമ്മദ് ആസിദ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. ഇയാളും മരണപ്പെട്ടു എന്നൊരു അനൗദ്യോഗികമായ വിവരം വരുന്നുണ്ട്. ഇയാളെ കൂടാതെ ഗുരുതരമായി പരിക്കേറ്റ 39 വയസ്സുകാരൻ നൌഷാദ്, 11 വയസ്സുള്ള ഷഹാദീൻ എന്നിവരെ ഈ പൊള്ളാച്ചി ആശുപത്രിയിൽ നിന്ന് കോയമ്പത്തൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഇവരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 11 വയസ്സുള്ള പെൺകുട്ടിയും മസീനയും ഗുരുതരമായി തന്നെ പരിക്കേറ്റ നിലയിലുണ്ട്. പക്ഷെ പൊള്ളാച്ചി ആശുപത്രിയിൽ തന്നെയാണ്. അല്പം മുമ്പ് നമുക്ക് ലഭ്യമായ പ്രകാരം പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ്. അതേസമയം തന്നെ ഒരു 11 ഈ അധ്യാപകരുടെ മകൻ, ഒരു 11 വയസ്സുകാരൻ മരണപ്പെട്ടു എന്ന രീതിയിലുള്ള ചില അഭ്യൂഹങ്ങൾ ആശുപത്രിയിൽ ചുറ്റുമുള്ളവരും ഈ മലയാളി സമാജ പ്രവർത്തകർക്ക് പറയുന്നുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ വിവരമില്ല. എന്തായാലും ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവുമുള്ള ചികിത്സയും നൽകി ആധുനിക ചികിത്സ നൽകാനുള്ള ശ്രമത്തിലാണ്. പരിക്കേറ്റവർക്ക് ഏതെങ്കിലും തരത്തിൽ വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള സംഘവും ഇവരോടൊപ്പം നിരന്തരം ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നു.